നെഹ്റു ട്രോഫി ജലമേള ഈ മാസം 28-ന് നടക്കും. ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രി ജലമേളയിൽ പങ്കെടുക്കും. വയനാട് ദുരന്തത്തെ തുടർന്ന് ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ച നടത്താനിരുന്ന വള്ളംകളി മാറ്റിവെക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഈ നെഹ്റു ട്രോഫി ജലമേള എപ്പോൾ നടത്തുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? നിലിമ, അല്പം മുമ്പാണ് നെഹ്റു ട്രോഫി ജലമേളയുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ആലപ്പുഴ കളക്ടറേറ്റിൽ സമാപിച്ചത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായത്. മന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിലാണ് 28-ന് മത്സര വള്ളംകളി നടത്താനായിട്ട് തീരുമാനമായിരിക്കുന്നത്. നേരത്തെ 2-ാം ശനിയാഴ്ച, ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ചയായിരുന്നു വള്ളംകളി നടന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ വള്ളംകളി ക്ലബ്ബുകളും വള്ളംകളി ടീമുകളും ചുണ്ടൻ വള്ളങ്ങളും ഒക്കെ തന്നെ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് വള്ളംകളി വീണ്ടും നടത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് സമ്മർദ്ദമേറിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് വള്ളംകളി മാറ്റിവെച്ചത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു കമ്മിറ്റിയുടെ തീരുമാനം. മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ശരി, നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടത്താൻ തീരുമാനമായിരിക്കുകയാണ്.